ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അബ്സല്യൂട്ട്ലി ഇതാണ് ഓണം വിന്നർ. ഓണത്തിൻ്റെ എന്താ പറയുക മെയിൻ സിനിമ, എല്ലാവരും ഇനി പാടി അടക്കാൻ പോകുന്ന ഒരു സിനിമ ഇതായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കിടിലൻ കിടിലൻ ഫീൽ ഗുഡ് ഫാമിലി റോം കോം പടം, അടിപൊളി. അത് ഗിരീഷ് ഷേഡിൻ്റെ ഒക്കെ പുള്ളീൻ്റെ ഉണ്ടല്ലോ, പുള്ളീൻ്റെ ആ കിരീടത്തിൽ റോം കോം കിരീടത്തിൽ അടുത്തൊരു പൊൻതൂവൽ കൂടിയായി മാറും ഇത്, ഉറപ്പാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ തണ്ണീർമത്തൻ ഒരു സ്കൂൾ റൊമാൻസ്, സൂപ്പർ ഷട്ടി വന്നപ്പോൾ കോളേജ്, പ്രേമലു വന്നപ്പോഴത്തേക്കും എന്താ പറയുക കോളേജും വിട്ടിട്ട് വേറൊരു സംഭവം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു പ്രേമലു. 2024 ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് നിന്ന ഒരു സിനിമയാണ് പ്രേമലു. ഭയങ്കര ലൈഫുള്ള കഥകളാണെല്ലാം. ഈ സിനിമയും പ്രേമലു പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിവിൻ പോളി മൈ മാൻ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കണ്ണി കണ്ടവർക്കൊക്കെ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത്, ഈ ഇടയ്ക്ക് കുറച്ച് തൊലിച്ച പടങ്ങളൊക്കെ ഇറങ്ങിയല്ലേ, ഇതൊക്കെ ചെയ്യണ സമയത്ത് ഇതേപോലെയുള്ള നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത് പൊളിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു സംഭവം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് ഇപ്പം നാട്ടുകാർ പറയണ പോലെ അത് മാറി ഇത് മാറി താടി വെച്ചു തടി വെച്ചു ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങളുടെ ഉള്ളിലൊരു സംഭവമുണ്ട്. അതെനിക്ക് അവസാനത്തെ ഒരു സാധനമുണ്ട്, ഒരു ഷോട്ട്, ഒരു കാറ് കയറി ചെയ്തിട്ട് മമിത ബൈജു. അടുത്തത് പുള്ളിക്കാരി ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ പോയി എങ്ങനത്തെ പാഠങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് ഹോം ഇൻഡസ്ട്രിയിൽ ഗിരീഷ് അണ്ണൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി സട്ടിലായിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടിത്തരും. സോ ക്യൂട്ട് ആൻഡ് പൊളി. പുള്ളിക്കാരിയുടെ പൊളി. പിന്നെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. സുരേഷ് കൃഷ്ണ പൊളിച്ച്. സംഗീത് പ്രേമലൂരുള്ള പോലെ തന്നെ സംഗീത് ഇതിൽ വേറെ ലെവല്. ശ്യാമോഹൻ അതേപോലെ തന്നെ. പ്രേമലൂരുള്ള 2 പേരുണ്ട്. മറ്റേ ഓഫീസിലൊക്കെ ഉള്ള സുബിൻ എന്ന് പറഞ്ഞാൽ ചേട്ടനില്ല, അപ്പൊ ചേട്ടൻ്റെ പേരേക്ക് അറിയുള്ള പുള്ളി സീൻ. ജാസർ ഉണ്ട് പടത്തിൽ, ജാസർ ക്ലിക്സ് ജാസറുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ ചെറിയ റോള് ഉണ്ട്, ശൃന്ദയുണ്ട്, മീനാക്ഷി ഉണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ. റോഷൻ ഷാനവാസ് അടിപൊളി. എല്ലാവരും ആ ഒരു ഹ്യൂമർ, അവർ എന്താ പറയുക സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയുന്നത്, അത് ഇപ്പോഴത്തെ ട്രോൾ മെറ്റീരിയലിനെ ആസ്പദമാക്കിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഏജിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് പറയണതായിക്കോട്ടെ, അടിപൊളി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രൊഡ്യൂസ്ഡ് ബൈ ഭാവന സ്റ്റുഡിയോ, ഫാഫ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. അവരെന്നെയാണ് പ്രേമലു ഉണ്ടാക്കിയത്, അവരെന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങളൊരു പ്രശ്നം കാണിച്ചു, പ്രേമലുവിന് റീമേക്ക് കൊടുത്തു. അതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഈ സിനിമ ഫാമിലി ഓഡിയൻസിന്, നിവിൻ പോളിനെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഓഡിയൻസിന് ഒരു ഗംഭീര വിരുന്ന്, ഓണസദ്യ വിളമ്പി തൂശനിലയിൽ വെട്ടി വെള്ളം തളിച്ച് വിളമ്പി വെച്ചിട്ടുണ്ട്. അമ്മാതിരി പടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര, എനിക്ക് സർവ്വമായനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സർവ്വമായ. ഞാൻ പറയും, എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ചിടത്തൊക്കെ ഒരു ചെറിയ ഭാഗപ്പഴകളൊക്കെ എനിക്ക് തോന്നി, എന്തൊക്കെ ഒരു മിസ്സിങ് തോന്നിയ സിനിമയാണ്. പക്ഷെ ഇത് ഫുള്ളി അടിപൊളി പടം. നിവിനണ്ണ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊന്ന് ശ്രമിച്ചാൽ യു ആർ ട്രൂലി ബാക്ക് ഓൺ ട്രാക്ക്. ഐ എം ഡാം ഷുവർ. നിങ്ങൾ കുറേ സാധനങ്ങളുണ്ടാ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇന്നസെൻസോടെ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങേറെ ആ ചാംനസ്. പിന്നെ മെയിൻ മച്ചാൻ വിഷ്ണു വിജയ്, നമ്മുടെ മ്യൂസിക് അത് പ്രേമലൂര് കാണുമ്പോഴും നമുക്കൊരു സംഭവം ഉണ്ടാവും. ഈ ഗിരീഷ് ഷെഡി, കിരൺ ജോസി കോ റൈറ്ററാണ് കേട്ടോ. ഗിരീഷ് ഷെഡീൻ്റെ ഒപ്പമുള്ള കോ റൈറ്ററാണ് കിരൺ ജോസി, ഗിരീഷ് ഷെഡി. ഇവരുടെ ഒരു എഴുത്തും ഇവരുടെ പ്രസന്റേഷൻ സ്റ്റൈലും വിഷ്ണു വിജയിൻ്റെ മ്യൂസിക്കും. ഇവൻ പ്രേമലൂരായാലും അവസാനം മറ്റേ കണ്ണാലെ തൊട്ട ആ ഒരു സാധനം, അതേപോലത്തെ സെയിം ഒരു എന്താ പറയുക, അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇമോഷനിൽ നമ്മൾ ഹുക്കാവുന്നത്, നമ്മൾ കണ്ടിട്ട് ചിരിക്കുകയും ഉല്ലസിക്കുകയും നമ്മളുടെ മനസ്സിലൊരു വികാരം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന പോലത്തെ കുറേ സംഭവങ്ങൾ അണ്ണൻ പിടച്ചു വിട്ടിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അജ്മൽ സാബു, റിച്ച് ഫ്രെയിംസ്, നല്ല ലൈറ്റിങ്, നല്ല കളറിങ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ സംഭവമാണ്, കാര്യമായിട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് 2-3 ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പരിപാടി ചെയ്തിട്ടുള്ളൂ ഈ സിനിമയിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആകാശ് ജോസഫ് വർഗീസ് എഡിറ്റർ പൊളിച്ച്. ഒരു ട്രാൻസിഷൻ്റെ ഒരു സാധനമുണ്ട്. ഒരു ആദ്യത്തെ ഒരു പാട്ട് സീൻ കഴിഞ്ഞിട്ടാണ് മമിത ഈ ഒരു കബോർഡ് അടയ്ക്കുമ്പോൾ ഒരു സാധനം വരുന്നുണ്ട്, ട്രാൻസിഷൻ സാധനം. ഞാനത് നോട്ട് ചെയ്ത്. അത് അടിപൊളി സാധനമായിരുന്നു. കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ആഷിഖസ്, മേക്കപ്പ് റോണക് സേവർ. പൊളി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ,
സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ, ബുക്ക് യുവർ ടിക്കറ്റ്സ്, വിട്ടോ, പോയി കണ്ടോ. നിങ്ങൾക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടമാണ്. നിവിംപോളിക്കുള്ള ആ ഒരു സ്ലീപ്പർ സെൽ ഫാൻസിനൊക്കെ കൊണ്ടാടാനുള്ള ഒരു വക ഗിരീഷേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അണ്ണാ, നിങ്ങൾ പ്രേമലു 2 എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് വർക്കായില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ സിനിമ പൊളിച്ചു. അത്രയ്ക്ക് പറയാനുള്ളത്. എന്തായാലും ഹാപ്പി ഓണം ടു ഓൾ. ഇനി എന്തായാലും ഓണത്തിനന്ന് ടോക്സിക് ഉണ്ട്, അത് കാണാം. അത് കഴിഞ്ഞിട്ട് ആം ഗെയിം, അങ്ങനെ പടങ്ങൾ പറ്റേ പാരഡൈസ് കാണാനുണ്ട്. എല്ലാം കാണുന്നതാണ്. മാജിക് ഫ്രെയിംസിൻ്റെ തിയേറ്റർ തുറന്നു, അവിടെ പോയി നോക്കണം. ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടുമ്പോൾ അവിടെ പോയിട്ട് ആ തിയേറ്റർ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. സരിത തുറക്കുന്നുണ്ട്, സരിതയിൽ ആം ഗെയിം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമോ നോക്കട്ടെ. സോ ബൈ ബൈ.